എങ്ങനെയാണ് ഞാനിത് പറയുമ്പോഴാണ് പ്രജ എന്താണ് പൗരൻ എന്താണെന്ന് ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾ അത് അങ്ങനെ കാണുള്ളൂ. അപ്പം നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആളാണ്, നമ്മുടെ പ്രതിനിധിയാണ്, നമ്മുടെ പ്രതിനിധിയായിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയക്കാരാകുന്നു. അപ്പോൾ രാഷ്ട്രീയക്കാരായിരിക്കുന്നവരെ തിരഞ്ഞെടുത്ത് വിട്ടവരെ രാജാവിനെ പോലെ കാണരുതെന്നുള്ള അറിയേണ്ടതുണ്ട്. അവർ ഭരണക്കാരല്ലെന്ന് അറിയേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ ജനാധിപത്യത്തിനകത്ത് ഭരണമില്ല, ക്രമീകരണവും സേവനവുമേ. സേവനം നൽകാനാണ് അയാളെ വിട്ടിരിക്കുന്നത്, ഭരിക്കാനല്ല. പക്ഷേ ഇന്ന് നമുക്കറിയാവുന്ന മുഴുവൻ രാഷ്ട്രീയക്കാരെയും നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നത് ഭരിക്കാൻ. അത് എന്തുകൊണ്ടാണ്? ഇതുവരെ രാജാവിൻ്റെ ഭരണ സംവിധാനങ്ങൾ നമ്മൾ തൊട്ടിട്ടില്ല. സെക്രട്ടേറിയറ്റ് അവർ ആ ഒരു അധികാരം എടുക്കുന്നതും ആ അധികാരത്തെ അവിടെയാ പോയിരിക്കുന്നത്. ഞാനും നിങ്ങളും സെക്രട്ടേറിയറ്റിൽ പോയിരുന്ന അങ്ങനെ തന്നെ പെരുമാറും. കാര്യം എന്താ? ആ സംവിധാനം അങ്ങനെയാണ്.